സ്നേഹിതരെ, ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന 4 കുതിരകൾ ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. എന്നാൽ അത് സംബന്ധിച്ചുള്ള വിശദീകരണം നമുക്ക് ആ ചർച്ചകളിൽ ലഭ്യമായിട്ടില്ല. യഥാർത്ഥത്തിൽ 4 കുതിരകൾ എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ബൈബിൾ ആദ്യാവസാനം ഒരു പ്രവചന ഗ്രന്ഥമാണെങ്കിലും പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം എന്ന് വിശേഷിക്കപ്പെടുന്നതും ബൈബിളിലെ അവസാനത്തെയും പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. മറനീക്കി അനാവരണം ചെയ്യുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ അപ്പോക്കാലിപ്സിസിൻ്റെ തർജ്ജിമയാണ് വെളിപ്പാട് എന്ന പദം. റോമൻ ചക്രവർത്തി ഡൊമീഷ്യൻ AD 93 പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയ ക്രിസ്തു ശിഷ്യൻ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. 18 മാസത്തെ ഏകാന്തവാസത്തിൽ യോഹന്നാൻ ആയിരുന്നെങ്കിലും പിന്നീട് നെർവ എന്ന ഭരണാധികാരിയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. ദ്വീപിലെ ഏകാന്തവാസത്തിനിടയിൽ തനിക്ക് ലഭിച്ച ദിവ്യ ദർശനങ്ങളാണ് ഈ പുസ്തകത്തിൽ യോഹന്നാൻ എഴുതുന്നത്. യോഹന്നാൻ കണ്ട ദർശനത്തിൽ സ്വർഗകവാടം തുറന്നിരിക്കുന്നതും ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന ഒരു ശബ്ദം കേൾക്കുന്നതായും യോഹന്നാൻ എഴുതുന്നു. ഉടനെ ആത്മവിവശനായ യോഹന്നാൻ അത്യുന്നതനായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നതും അവൻ്റെ വലങ്കയിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം പിടിച്ചിരിക്കുന്നത് കാണുന്നതായും എഴുതുന്നു. ദൈവസിംഹാസനത്തിന് ചുറ്റും സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തെ സ്തുതിക്കുകയും അതിലൊരു ദൂതൻ ആ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി ആരുണ്ട് എന്ന് ചോദിക്കുന്നതായും യോഹന്നാൻ എഴുതുന്നു. ഉടനെ മൂപ്പന്മാരിൽ ഒരുവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായി കാണുന്നു. ദൈവകുഞ്ഞാടായ ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി മൂപ്പന്മാരും ജീവികളും ദൈവോത്തരനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് അത്യുച്ചത്തിൽ പറയുകയും ഉടനെ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. ആദ്യം പ്രത്യക്ഷപ്പെടുന്ന വെള്ളക്കുതിര പുറത്തു വരുന്നത് ലോകത്തിൽ തൻ്റെ വിജയം വിളംബരം ചെയ്തുകൊണ്ട് ആഗതനാകുന്ന എതിർക്രിസ്തുവാണ്. യുദ്ധത്തിൻ്റെയും കീഴടക്കലിൻ്റെയും ആക്രമണങ്ങളുടെയും പ്രതീകമായ വില്ല് ആണ് എതിർക്രിസ്തുവിൻ്റെ കയ്യിലുള്ളത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിർക്രിസ്തു അത്രയെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതുന്നു. കൃപായുഗത്തിൽ അവനെ തടയുന്ന പരിശുദ്ധാത്മാവുണ്ടെങ്കിലും അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നതായി വചനം ചൂണ്ടിക്കാട്ടുന്നു. അർത്ഥാൽ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന എതിർക്രിസ്തുവിൻ്റെ ഹർമഗദോൻ എന്നുപേരുള്ള വലിയ യുദ്ധം പോലെ ഉള്ള നിരവധി സംഭവങ്ങളുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ പ്രത്യക്ഷമാകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇവിടെ നാം കാണുന്നത്. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവപ്പ് നിറമുള്ള ഒരു കുതിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ മേലിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടിയെന്ന് 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാണുന്നു. സമീപകാലത്തുണ്ടായ വലിയ യുദ്ധങ്ങൾ 3-ാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴിവെക്കുമെന്ന വിലയിരുത്തലിൽ ഈ പ്രവചനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനും
ലോകാവസാനത്തിനു മുമ്പ് യുദ്ധങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുമെന്ന് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും രാജ്യങ്ങൾ തമ്മിലും ജാതിമത വിഭാഗങ്ങൾ തമ്മിലും ഉള്ള സ്പർദ്ധ ലോകമാകെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സംജാതമാകുവാനിടയാക്കിയിട്ടുണ്ട്. ലോകസമാധാനത്തിന് ഭീഷണിയായ ഇത്തരം സാഹചര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടുവാൻ ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദികൾക്ക് പോലും കഴിയുന്നില്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഇറാൻ യുദ്ധങ്ങളിൽ അത് നാം കണ്ടു കഴിഞ്ഞു. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് കറുത്ത കുതിരയാണ്. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ് പിടിച്ചിരിക്കുന്നു. ഈ കുതിര പ്രത്യക്ഷപ്പെടുമ്പോൾ 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു പണത്തിന് 2 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നതായി 5-6 വാക്യങ്ങളിൽ കാണുന്നു. ആദ്യത്തെ 2 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഫലമായി ലോകത്തുണ്ടാകുന്ന ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എണ്ണ നീക്കത്തെയും ചരക്ക് നീക്കത്തെയും ബാധിക്കുകയും ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെക്കുകയും ചെയ്യുമെന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് വിരാമമായത്. യുദ്ധങ്ങൾ മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അനാവൃഷ്ടി, അതിവൃഷ്ടി, ചുഴലിക്കാറ്റ് മുതലായ പ്രകൃതിക്ഷോഭങ്ങളും വലിയ ക്ഷാമത്തിനും ഭക്ഷ്യപ്രതിസന്ധിക്കും കാരണമാകും. ഇവിടെ പരാമർശിക്കുന്ന അളവുകളുടെ കണക്കുകൾ ഭക്ഷ്യധാന്യങ്ങൾക്ക് 8 മടങ്ങ് വരെ വിലവർധനയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന മുന്നറിയിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് കടുത്ത ക്ഷാമം പോലുള്ള പരീക്ഷയുടെ നാളുകളിൽ മനുഷ്യർ തങ്ങളുടെ ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന മുന്നറിയിപ്പാണ്. ഭക്തന്മാർ ക്ഷാമകാലത്ത് പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോകുന്ന പല സന്ദർഭങ്ങൾ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന വചനം ഇവിടെ സ്മരണീയമാണ്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞ നിറമുള്ള കുതിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയിലെ 4/1 വരുന്ന ജനവിഭാഗത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് 6-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. യുദ്ധങ്ങളിലുണ്ടായ ആൾനാശത്തേക്കാളധികം മരണം കോവിഡ് മഹാമാരിയാൽ ലോകത്തുണ്ടായി. നിപ്പ പോലുള്ള പുതിയ രോഗങ്ങളും പകർച്ചവ്യാധികളും ലോകത്തിലിപ്പോൾ വ്യാപകമാണ്. അടുത്ത കാലത്ത് ഏറെ ആശ്ചര്യപ്പെടുത്തിയ വാർത്തയാണ് ജനവാസ മേഖലകളിലേക്ക് കടന്നു കയറുന്ന വന്യജീവികളുടെ ആക്രമണങ്ങൾ. ദൈവകൽപ്പനകൾ ലംഘിച്ച ഇസ്രായേലിന് നേരെ കൊന്നുകളയുവാൻ വാളും, പറിച്ചു കീറുവാൻ നായ്ക്കളും, തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും, ഇങ്ങനെ 4 വകയെ നിയമിക്കുമെന്ന് യിരെമ്യാ പ്രവചനത്തിലൂടെ ദൈവം ഇസ്രായേലിനോട് അറിയിച്ചിരുന്നതായി വചനത്തിൽ കാണാൻ കഴിയും. ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്ന മനുഷ്യരുടെ മേൽ പ്രകൃതി ശക്തികളെയും വന്യമൃഗങ്ങളെപ്പോലും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്ന 4 കുതിരകൾ പ്രതിനിധീകരിക്കുന്ന ലോക സംഭവങ്ങൾക്ക് സമകാലിക സംഭവവികാസങ്ങളുമായി താദാത്മ്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധേയമായ ചില മുന്നറിയിപ്പുകളാണ് നമുക്ക് നൽകുന്നത്. ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായവും വിലയിരുത്തലും രേഖപ്പെടുത്താം. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുന്നോടിയായി പ്രത്യക്ഷപ്പെടുന്ന ഈ അടയാളങ്ങൾ പ്രധാനമായും 2 സന്ദേശങ്ങളാണ് നൽകുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനവും നീതീകരണവും പ്രാപിക്കുക, രക്ഷിക്കപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. വേഗം വരുന്നവനായ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമുക്കൊരുങ്ങാം. മാറാനാഥ, ഗോഡ് ബ്ലസ് യു.